ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ബോറടിച്ച് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തീരെ പ്രതീക്ഷിക്കാതെ ഒരു പാട്ടങ്ങ് കയറി വരും. നമ്മൾ എവിടെയായിരിക്കുന്നു ആ അവസ്ഥയിൽ നിന്ന് ഒരിക്കലും തിരിച്ചു വരാത്ത ഓർമ്മകളിലേക്ക് നമ്മളിങ്ങനെ വലിച്ചെറിയുന്നൊരു പാട്ടായിരിക്കും അത്. അങ്ങനൊരു പാട്ടിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഞാൻ ആദ്യം സാഹചര്യം പറയാം. ഞാൻ 10ാം ക്ലാസ്സിൽ ഞാൻ സെമിനാരിൽ പോയത്. അപ്പോൾ വീടും ഈ റൂമും അപ്പനമ്മേനെയൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് നമ്മൾ ആ യാത്രയ്ക്ക് പോവുക. പിന്നെ വല്ലപ്പോഴും ഒക്കെ വീട്ടിലേക്ക് വരാൻ പറ്റുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ തൊണ്ടയുടെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിട്ട് റെക്ടറച്ചൻ പറഞ്ഞ് ഒരു ഹോമിയോ ഡോക്ടറെ സജസ്റ്റ് ചെയ്തു. ഈ ഹോമിയോ ഡോക്ടറിൻ്റെ വീട് എൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ ഒരു 2 മാസമൊക്കെ കൂടുമ്പോൾ എനിക്ക് മാത്രം ഒന്ന് വീട്ടിലേക്ക് പോവാം, എന്തായാലും ഡോക്ടറെ കണ്ട് വീട്ടിൽ കിടന്നിട്ട് പിറ്റേ ദിവസം വന്നാൽ മതി എന്ന് പറയും. അങ്ങനെ പോകുമ്പോൾ ബസ് എടുത്താൽ പോവാം. ബസ്സിൽ പോകുമ്പോൾ എനിക്ക് അന്നൊരു CD പ്ലെയർ ഉണ്ടായിരുന്നു. എൻ്റെ ചേട്ടൻ ഗിഫ്റ്റ് ചെയ്താണ് സെമിനാരിൽ പോയപ്പോൾ. അതിൽ ഈ പാട്ട് വരുമായിരുന്നു. ആ പാട്ടിൻ്റെ അവസാനത്തെ വരിയിൽ അവിടെ കാത്ത് കാത്ത് ഒരമ്മ ഇരിപ്പുണ്ട് എന്നുള്ളതാണ്. അങ്ങോട്ട് വീട്ടിലേക്ക് വരുമ്പോഴും വീട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോഴും ആ പാട്ടാണ് ചെവിയിൽ ഉണ്ടാവുക. കഴിഞ്ഞ ദിവസം റാൻഡംലി ഒരു പെൺകുട്ടി അതിൻ്റെ കവർ വേർഷൻ പാടിയപ്പോൾ നമ്മളിങ്ങനെ എടുത്ത് വലിച്ച് ആ KSRTC ബസ്സിൻ്റെ സൈഡിലും സെമിനാരിയുടെ ആ മതിലിൻ്റെ ഉള്ളിലേക്കും വലിച്ചെറിഞ്ഞായിരുന്നു. അവിടെ എന്തൊരു രസമെന്നോ, അവിടെ പാൽക്കാവടിയുണ്ട്.